ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിറ്റെക്സ് മീഡിയ. അപ്പോൾ കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൽക്കി നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള സിനിമയാണ്. നാഗ് അശ്വിനാണ് അതിൻ്റെ ഡയറക്ടർ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ പുരാണ ഇതിഹാസമായ ഭാഗവതത്തിൽ നിന്നും, ഭാഗവതമാണോ, ഭാഗവതമല്ലല്ലോ, മഹാഭാരതം, അതെ, മഹാഭാരതത്തിലെ കഥ ഓറിയൻറ്റഡ് ആയിട്ട് പിന്നെ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് സിനിമ. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള മേക്കിംഗ് വൈസ് വെരി ഗുഡ് മൂവി. സോ ഇറ്റ്സ് ഗോൺ ടു ബി എ വെരി സക്സസ്ഫുൾ മൂവി. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു പ്രഭാസ് ചിത്രം എന്നതിലുപരി ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് താരങ്ങൾ വന്നു പോകുന്ന ഒരു സിനിമയാണ്. പ്രഭാസ് നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുള്ളി ഇന്നിപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ വെച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കുറച്ച് ബാഹുബലിക്ക് ശേഷം 2-3 സിനിമകൾ അത്ര മികച്ച് നിന്നില്ല. അപ്പം അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിനിമ കൊള്ളാം. പിന്നെ അമിതാഭ് ബച്ചൻ വരുന്നുണ്ട്. പുരാണത്തിലെ അശുദ്ധാമാവ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം വരുന്നത്. സ്ക്രീൻ പ്രസൻസിൽ വരുമ്പോൾ നമുക്കറിയാമല്ലോ, അമിതാഭ് ബച്ചൻ്റെ ആ ഒരു സംഭവം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ സിനിമയിൽ. സോ പുള്ളിയാണ് ത്രൂ ഔട്ട് ഈ സിനിമയിലുള്ളത്. പിന്നെ മറ്റൊരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപിക പദുകോണാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. അവരുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അവരുടെ ആ ഒരു ഭാവം ഒക്കെ സൂപ്പർവായിരുന്നു. ചില ക്യാരക്ടേഴ്സ് അത്ര വന്നില്ല. അത് ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് മലയാളവുമായി ബന്ധപ്പെട്ടുന്ന, ഞാൻ മലയാളം ലാംഗ്വേജിലുള്ള സിനിമയാണ് കണ്ടത്. അപ്പം ഇതിപ്പം ഒരുപാട് ഭാഷകളിൽ വന്നിട്ടുണ്ട്. അപ്പം മലയാളത്തിലുള്ളതാണ് കണ്ടത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ചില ക്യാരക്ടേഴ്സ് നമുക്കൊരു ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ദീപിക പദുകോൺ സൂപ്പർവായിരുന്നു. പിന്നെ വില്ലനായിട്ട് വരുന്നത് നമുക്കറിയാമല്ലോ, കമലഹാസനാണ്. പുള്ളി കുറച്ച് റോളേ ഉള്ളൂ, അത് കുറച്ച് സീനേ ഉള്ളൂ. അപ്പോൾ അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ, സിനിമ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫ് വരെ ഇതിപ്പം ഭാവിയിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പം ആ ഒരു ലോകത്തുള്ള കാര്യങ്ങൾ, ആൾക്കാരുടെ ജീവിത രീതി എങ്ങനെയാണ്, അപ്പം ആ കഥയിലോട്ട് പോകുന്ന ആ ഒരു വഴി, അതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ചെറുതായിട്ടൊരു ബോറടി, ലാഗ് തോന്നാനൊരു സാധ്യതയുണ്ട്. പക്ഷേ വിഷ്വലി ഭയങ്കര ഒരു ട്രീറ്റ് തന്നെയാണ് അപ്പോൾ ആ ഭാഗങ്ങളിൽ. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കുറച്ചും കൂടെ കഥ സീരിയസ് ആകുന്നു, കഥയിലോട്ട് പോകുന്നു. കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ ഉണ്ട്. കുറച്ച് നല്ല മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള, നമുക്കൊരു രോമാഞ്ചം തരത്തക്ക രീതിയിലൊക്കെയുള്ള സീൻസൊക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. പ്രഭാസ് ആരാണ്, പ്രഭാസ് എന്താണ് എന്നൊക്കെയുള്ള റിവീൽ ചെയ്യുന്ന ആ ഒരു രംഗമൊക്കെ സൂപ്പർവായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. വിഷ്വലി ട്രീറ്റാണ്. ഒരിക്കലും തിയേറ്റർ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയാണ്. നമ്മൾ അറിയാം, ഇന്ത്യയിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും മികച്ച രീതിയിൽ ഹോളിവുഡ് ലെവലിലൊക്കെ മേക്ക് ചെയ്തിട്ടുള്ള ചിത്രം തന്നെയാണ്. സോ അതുകൊണ്ട് എന്തായാലും ആ ഒരു അത്ഭുതം, ഇപ്പം നമ്മൾ വന്നിട്ടുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ എടുത്തിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് സിനിമ കണ്ട് ആസ്വദിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാം. ഓക്കെ, ബൈ.